गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ഓം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 3 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ എന്നിൽ സമർപ്പിതമായ ചേർന്ന മനസ്സോടുകൂടി യോഗമനുഷ്ഠിക്കുന്നവൻ, അവിടെ യോഗം എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവില്ല. കാരണം 6-ാം അധ്യായത്തിൽ വിസ്തൃതമായി യോഗോപദേശം ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ യോഗം അനുഷ്ഠിക്കുന്നവെന്ന് പറയുമ്പോൾ സംശയത്തിന് സാധ്യതയുണ്ട്. എന്നാൽ വ്യക്തമായി വിശദമായ 6-ാം അധ്യായത്തിൽ പ്രതിപാദിച്ച ശേഷമാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ 6-ാം അധ്യായം ഓർമ്മിക്കണം. ഇപ്പം വീണ്ടും പറയാൻ പോകുന്നില്ല. അങ്ങനെ യോഗാനുഷ്ഠാനങ്ങളെ ചെയ്യുന്നവൻ ഒരു സംശയമില്ല, പൂർണ്ണമായി എന്നെ അറിയുന്നു. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ എന്ന് പറഞ്ഞ് സാധകന്റെ ശ്രദ്ധയെ ആകർഷിച്ച് താൻ പറയുന്നത് അനുഭവപൂർവകമാണ്, കേവലം ജ്ഞാനമല്ല, സവിജ്ഞാനമാണ്, സാക്ഷാത്കാരപൂർവകമാണ്, അനുഭവപൂർവകമാണ് എന്ന് സംശയരഹിതമായ സ്വാനുഭൂതി ജ്ഞാനത്തെ വെളിപ്പെടുത്തി വീണ്ടും വക്ഷ്യാമി, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അത് സാധകന്റെ ശ്രദ്ധയെ, ശിഷ്യന്റെ ജിജ്ഞാസുവിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വിശേഷിച്ച് പറഞ്ഞു, ഒന്നും ബാക്കി വയ്ക്കാതെ പറഞ്ഞു തരാം. മാത്രമല്ല, ഞാൻ ഉപദേശിക്കാൻ പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടേണ്ടതായിട്ടൊന്നും ശേഷിക്കുന്നില്ല എന്നും പറഞ്ഞു. കസ്മിന്ന് ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതി. ഉപനിഷത്തിൽ മുണ്ടകത്തിൽ നമുക്ക് ആ ഒരു ചോദ്യം പഠിക്കാം. അല്ലയോ ഭഗവാനെ, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും? എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും? സാമാന്യമായി ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് ആ വിഷയത്തിലെ അറിവ് മാത്രമാണ്, ഇതര വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവല്ല. ദിവസം കഴിയുന്തോറും വിജ്ഞാനീയത്തിൻ്റെ മേഖലകൾ കൂടുതൽ 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 ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പുതിയ കുട്ടികളുടെയൊക്കെ ഓരോ കോഴ്സുകളുടെ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല ഈ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് മനസ്സിലാവും,
പകുതി പ്രായം കഴിഞ്ഞവർക്ക് മനസ്സിലാവുകയില്ല ഓരോ കോഴ്സിൻ്റെ പേര് കേട്ടാൽ. ഓരോന്നിലും സ്പെഷ്യലൈസേഷൻ വരികയാണ്, ഓരോ മേഖലയിലും. അപ്പോൾ വ്യത്യസ്തങ്ങളായ വിജ്ഞാനീയ മേഖലകൾ പെരുകി പോകുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ അറിവുണ്ടായാൽ എല്ലാം അറിഞ്ഞതായി തീരുമെന്നുള്ള പ്രസ്താവം തന്നെ അർത്ഥശൂന്യമായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. എന്നാൽ എങ്ങനെയാണത് പറയുന്നത്? അധിഷ്ഠാനമായ സത്യത്തെ, ഉണ്മയെ എന്തിനാൽ എല്ലാം ഉള്ളതായിരിക്കുന്നോ ആ സത്യത്തെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീർന്നു. ഈ ഒരു നിലയ്ക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വേദാന്ത ഉപദേശം ചെയ്യപ്പെടുകയാണ്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. യത് ജ്ഞാത്വാ ഇഹ ഭൂയഃ അന്യത് ജ്ഞാതവ്യം ന ഏവ അവശിഷ്യതേ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മനുഷ്യലോകത്തിൽ മറ്റൊന്ന് അറിയപ്പെടേണ്ടതായിട്ട് ശേഷിക്കുന്നില്ല. ഇങ്ങനെ അറിവിൻ്റെ, താൻ ഉപദേശിക്കാൻ പോകുന്ന അറിവിൻ്റെ മഹിമയെ വീണ്ടും വീണ്ടും ബോധിപ്പിച്ച് ശിഷ്യശ്രദ്ധയെ ആകർഷിച്ചിട്ടാണ് പറയുന്നത്, ഇത് വളരെ ദുർലഭവുമാണ് കേട്ടോ. ആ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എങ്ങനെ? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. മനുഷ്യാണാം സഹസ്രേഷു, മനുഷ്യാണാം മനുഷ്യരുടെ, സഹസ്രേഷു, സഹസ്രേഷു എന്ന് പറഞ്ഞാൽ ആയിരങ്ങളിൽ. ആയിരങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ കശ്ചിത്, ഏതോ ഒരാൾ. ആരാ പറയുക വയ്യ, ഏതോ ഒരാൾ, വളരെ ദുർലഭം, ആയിരത്തിലൊരാൾ, അനേകായിരത്തിലൊരാൾ യതതി, യത്നിക്കുന്നു, പ്രയത്നിക്കുന്നു. എന്തിനാ? സിദ്ധയെ, സിദ്ധിക്കായിക്കൊണ്ട്. മനുഷ്യന്മാർ തന്നെ വളരെ ദുർലഭമാണ്, വളരെ ദുർലഭമാണ്. മനുഷ്യന്മാർ ദുർലഭ എന്ന് പറയുമ്പോൾ എന്ത് വിഡ്ഢിത പറയണതെന്ന് ചിലർ ചിന്തിക്കും. കാരണം ലോക ജനസംഖ്യ അത്രയ്ക്ക് അധികമായിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സന്ദേഹമില്ലാതെ പറയാം, വളരെ ദുർലഭമാണ് മനുഷ്യർ എന്ന്. മാത്രമല്ല, നമ്മൾ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒരു സംശയം തോന്നാറുണ്ട് പലപ്പോഴും. അസുര രാജ്യം അല്ലെങ്കിൽ രാക്ഷസ രാജ്യം എന്നൊക്കെ കാണും. എങ്ങനെയാപ്പോൾ അത് ശരിയാവുക? അവിടെ ഇപ്പോൾ സജ്ജനങ്ങൾ, സാത്വികരില്ലെന്നാണോ? അല്ല. പ്രായേണ രാക്ഷസീയ വൃത്തികളുടെ എണ്ണം കൂടുമ്പോൾ ആ പ്രദേശം രാക്ഷസ രാജ്യം എന്ന് പറയപ്പെടും. പ്രായേണ ദിവ്യസ്വഭാവികൾ കൂടുമ്പോൾ ആ പ്രദേശം ദിവ്യദേശം എന്ന് പറയപ്പെടും. അല്ലാതെ എല്ലാവരും ദിവ്യരോ എല്ലാവരും രാക്ഷസീയരോ ആയിട്ട് ഒരു സമൂഹവും ഉണ്ടാവില്ല. രാവണനും കുംഭകർണനും വിഭീഷണനും ഒക്കെ ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ്. മൂന്ന് സ്വഭാവികളുമാണ്.
കേരളത്തിൽ ഇന്നിപ്പോൾ ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ രാക്ഷസ സ്വഭാവികളുടെ ആധിക്യം നമുക്ക് സമൂഹത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. സ്വന്തം കുട്ടികളെ, സഹോദരങ്ങളെ, ഒന്നിച്ച് പഠിക്കുന്നവരെ കോമ്പസ് കൊണ്ടൊക്കെ കുത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. അളന്ന് തിട്ടപ്പെടുത്തി കോണൊക്കെ ദേഹത്തെ രേഖപ്പെടുത്തിയിട്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പം കഥ? ഇന്നും അതാ കൂട്ടുകാരെ തല്ലിക്കൊന്ന വാർത്ത. എങ്ങോട്ടാ പോകണമെന്നറിയില്ല. അപ്പം മനുഷ്യന്മാരിൽ എണ്ണം വളരെ കുറവാണ്. ആ മനുഷ്യന്മാരിൽ മനുഷ്യരാവുക ദുർലഭം, മനുഷ്യത്വം വളരെ ദുർലഭമാണ്. ദുർലഭം ത്രയമേവൈത ദൈവാനുഗ്രഹ ഹൈതുകം. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞത് ഓർമ്മിക്കുക. ഈ മൂന്നെണ്ണം വളരെ ദുർലഭമാണ്. പൂർവപുണ്യത്തിൻ്റെ ഫലമായിട്ട്, ദൈവാനുഗ്രഹമായിട്ട് ലഭിക്കുന്നതാണ്. ഒന്നാമതായിട്ട് മനുഷ്യത്വം. ശരി, മനുഷ്യനായി ജനിച്ചു. ഈ അജ്ഞാനബന്ധനത്തിൽ നിന്ന് ഒന്ന് രക്ഷ പ്രാപിക്കണമെന്നുള്ള ഇച്ഛ അതിനേക്കാൾ ദുർലഭതരമാണ്. ശരി, അങ്ങനെ ഇച്ഛ വന്നു. മഹാപുരുഷന്മാരെ ആശ്രയിക്കാൻ സാധിക്കുക എന്നുള്ളത് ദുർലഭതമമാണ്. അപ്പോൾ ഇവിടെ മനുഷ്യനാവുക തന്നെ വളരെ ദുർലഭം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കിട്ടാൻ പണിയാണ്, ഇല്ലേ? ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ പണിയാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഏതോ ഒരാളാണ് സിദ്ധിക്കായിക്കൊണ്ട് യത്നിക്കുന്നത്. ഇവിടെ സിദ്ധി എന്നുള്ളതിന് ജ്ഞാനസിദ്ധി, മനുഷ്യ ജന്മത്തിൻ്റെ സാഫല്യം, ദുഃഖനിവൃത്തി, അജ്ഞാന നിവൃത്തി എന്നൊക്കെ അർത്ഥമെടുക്കണം. കാരണം സിദ്ധി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വേറെയാ പോവുക, ഇല്ലേ? ആകാശത്തിന് ഭസ്മം എടുത്തു, അല്ലെങ്കിൽ ലഡു എടുത്തു. ജിലേബി ഉണ്ടോ? ജിലേബി അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, പൊതുവെ കുറവാണ്, കുറച്ച് വിഷമാണ്. അല്ലെങ്കിൽ ജിലേബി എടുത്തു, അതിലേക്കാണ് നമ്മൾ പെട്ടുപോവുക. സിദ്ധസ്യ വിത്തി സതയേവ സിദ്ധി. പലപ്പോഴും നമ്മൾ ശരിയായ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവരായി പോകും ഇങ്ങനെയുള്ള സിദ്ധികളുടെ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ. ഇന്നലെയാണോ മിനിയാന്നാണോ എന്നറിയില്ല, ഇത്രയായിട്ടുള്ള, അതിൽ കൂടുതലായിട്ടില്ല. ഒരു വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നിത്യാനന്ദ സ്വാമികളുടെ മഹിമകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹം 2-3 പ്രാവശ്യം പറഞ്ഞത് ഒരേ വാക്ക് തന്നെയാണ്: കോണത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പൈസ എടുക്കുക. ഇതാണോ നിങ്ങൾ മഹത്വം കണ്ടത്? എന്തൊരു കഷ്ടമാണ്. നിത്യാനന്ദ സ്വാമി അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ല പറയണത്, അങ്ങനെ പല ചമൽക്കാരും ചെയ്തിട്ടുണ്ട്, പലതും. പക്ഷെ ഇതാണിപ്പോൾ മഹിമ കണ്ടുള്ളത്. എന്തൊരു കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയുക. അത് പണമാണെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ സംവിധാനം അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രസ് നടിച്ചതായിരിക്കും, അല്ലെങ്കിൽ പൈസ കറൻസി ആവില്ലല്ലോ. ഒരു മൃഡാനന്ദ സ്വാമികൾക്ക് പുട്ടപർത്തിയിൽ ഓണം സംബന്ധിച്ച് ഒരു പരിപാടിക്ക് പോയപ്പോൾ സത്യസായി ബാബ ഒരു വാച്ച് കൊടുത്തു. നല്ല സൗവർണമായിരിക്കുന്ന വാച്ചാണ്. അപ്പോൾ സ്വാമിജിക്ക് വാച്ച് കിട്ടിയപ്പോൾ സ്വാമിജിയുടെ വാച്ച് എനിക്ക് തന്നു.
അപ്പോൾ എനിക്ക് പുതിയൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്, ഈ വാച്ച് സ്വാമി ചിദാനന്ദജി എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സ്വാമി, വാങ്ങി, എതിർക്കാൻ വയ്യല്ലോ. വാങ്ങിയിട്ട് അങ്ങോട്ടെന്നെ കൊടുത്തു. ഞാൻ വാച്ച് കെട്ടാറില്ല, ഇനിയിപ്പോൾ അത് പുതുതായി ശീലിക്കണം തോന്നുന്നില്ല. കാരണം കെട്ടി ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും വേണ്ടി വരും, ഓരോ ശീലമാണല്ലോ. അപ്പോൾ വേണ്ട നിശ്ചയിച്ചു. എന്നാൽ വേണ്ട, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, സന്തോഷമായാലും വിരോധമൊന്നുമില്ല. അപ്പോൾ വലിയ കൊച്ചു കുട്ടികളെ പോലെ സന്തോഷമായിട്ട് ചിദാനന്ദജി ഈ വാച്ച് നോക്കുന്നുണ്ട്, കയ്യിൽ കെട്ടിയത് അഴിച്ചു തന്നു. നല്ല ഗോൾഡൻ ഇതാണ്. പിന്നെ അടുത്ത അതിൻ്റെ അടിയിൽ സിറ്റിസൺ ഉണ്ട്, നമ്പറുണ്ട്, മെയ്ഡ് ഇൻ ജാപ്പാൻ ഉണ്ട്. അപ്പം മെയ്ഡ് ഇൻ ജാപ്പാനാണ്, നമ്പറുണ്ട്. ആ നമ്പർ പിടിച്ചു കഴിഞ്ഞാൽ ഏത് ബാച്ചാണെന്ന് കിട്ടും, എവിടുന്ന് എങ്ങനെ വന്നു എന്ന് കിട്ടും, എങ്ങനെ ഭാരതത്തിൽ വന്നു എന്ന് കിട്ടും, എല്ലാം കിട്ടും. ജാപ്പാൻ അതൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഇത് അല്ല സത്യസായിബാബയുടെ മഹത്വം. ഇത് ഒരു ചമൽക്കാരമെന്നോ ഭക്തന്മാരെ അല്ലെങ്കിൽ ഭക്തന്മാരെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനസാമാന്യത്തെ സദ്വൃത്തിയിലേക്ക് ആകർഷിക്കാനുള്ള ചില ഉപായങ്ങളെന്നൊക്കെ പറയാൻ പാടുള്ളൂ. പക്ഷേ ഭൂരിഭാഗവും ഇതിലൊക്കെയാണ് കുടുങ്ങിപ്പോവുക. അപ്പം ഇതിൽ കുടുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ശരിയായ മഹത്വം കാണാൻ നമുക്ക് കഴിയാതെ പോകും. അപ്പം ഇതേ കാര്യം വേറൊരാൾ കാണിക്കുന്ന കണ്ട അയാളുടെ പിന്നാലെ പോകും. നമ്മുടെ പ്രൊഫസർ മുതുകാടൊക്കെ ഒരു 5 ശിവലിംഗമൊക്കെ എടുക്കുള്ളൂ, ഒന്ന് ലഡു എടുക്കും, എല്ലാം ചെയ്യും. ലഡു എടുക്കും, ഭസ്മം എടുക്കും, എല്ലാം എടുക്കും. അപ്പോൾ അത് മജീഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉടനെ ഭക്തൻ എന്ത് ചെയ്യും? ഇവിടെ നിന്നാണ്ട് പോയിട്ട് അവിടത്തേക്ക് പോകും. ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാകാമ്യം, ഈശിത്വം, വശിത്വം തുടങ്ങി അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ സിദ്ധികൾ തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതല്ല മുഖ്യം. അതെല്ലാം ചില ചമൽക്കാരങ്ങൾ മാത്രമാണ്. ശരിയായ സിദ്ധി സിദ്ധസ്യ വിത്തി സതയേവ സിദ്ധി, ഭഗവാൻ രമണ മഹർഷി വ്യക്തമായി പറഞ്ഞു തരും. സിദ്ധസ്യ വിത്തി സതയേവ സിദ്ധി, സ്വതസിദ്ധമായിരിക്കുന്ന സത്യത്തെ അറിയുക എന്നുള്ളതാണ് ശരിയായ സിദ്ധി. ഈ ഒരു ജ്ഞാനസിദ്ധിക്കായിക്കൊണ്ട് പരിശ്രമിക്കുന്നവർ വളരെ 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 ചുരുങ്ങും. അനേകായിരം പേരിൽ ഒരാൾ. അങ്ങനെ പ്രയത്നിക്കുന്ന എത്തത്താം പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തിൽ കശ്ചിത് ഏതോ ഒരാൾ മാം വേത്തി, എന്നെ അറിയുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു പദപ്രയോഗമുണ്ട്. എത്തത്താം സാധകാനാം എന്നാ പറയേണ്ടത്. എന്നാൽ ഭഗവാൻ പറഞ്ഞത് എത്തത്താം സിദ്ധാനാം എന്നാണ്. അപ്പം നമുക്കവിടെ സംശയം വരും, യത്നിക്കുന്നവരെങ്ങനെ സിദ്ധന്മാരാകും? യത്നിക്കുന്നവർ സാധകന്മാരല്ലേ? യത്നിച്ച് എന്തിനു വേണ്ടി യത്നിച്ചോ ആ സിദ്ധിയിലേക്ക് ഉയരുമ്പോഴാണല്ലോ സിദ്ധരാവുന്നത്. എന്നാൽ ഭഗവാൻ ഇവിടെ യത്നം ചെയ്യുന്നവരെ തന്നെ സിദ്ധനായി പറഞ്ഞിരിക്കുക. ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ ശരിയാവും? അവിടെ മറുപടി, ഈ തത്വസാക്ഷാത്കാരത്തിലേക്കുള്ള ഇച്ഛ വരിക എന്ന് പറഞ്ഞാൽ തന്നെ സിദ്ധിയാ. അത് തന്നെ ഒരു സിദ്ധിയാ. അത് തന്നെ മഹത്വമാണ്. ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്തതേ, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഈ യോഗത്തിൻ്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു, വിധി നിഷേധങ്ങളെ അതിക്രമിക്കുന്നു എന്ന്.
അപ്പോൾ അവിടെ സാധകനെ പോലും സിദ്ധനായി മാനിച്ചിരിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ താൻ ഉപദേശിക്കാൻ പോകുന്ന അറിവിൻ്റെ ദുർലഭതമത്വം അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇത്രയും ദുർലഭം എന്ന് മനസ്സിലാക്കിയ നമ്മൾ ശ്രദ്ധയോടുകൂടി അയാളിൽ നിന്ന് കേൾക്കും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം വെച്ചാൽ വേറെ അടുത്ത് പോയി പഠിച്ചൂടെ എന്ന് തോന്നും. അപ്പോൾ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നൊന്നുമില്ല. എന്തുകൊണ്ട്? ഇനിയിപ്പോൾ വേറെ ആരെടുത്തെങ്കിലും പോയി കേട്ടാലും മതി. എന്നാൽ ഇത് ദുർലഭമാണ്, ഇത് എല്ലാവർക്കും ഒന്നും പിടിയില്ല. ഇത് സവിജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജിജ്ഞാസുവിൻ്റെ ശ്രദ്ധയെ കൂടുതലായിട്ട് ആകർഷിക്കുന്നു. നോക്കൂ ഭാഷ്യം. മനുഷ്യാണാം മധ്യേ സഹസ്രേഷു അനേകേഷു കശ്ചിത് യതതി പ്രയത്നം കരോതി സിദ്ധയേ സിദ്ധ്യർത്ഥം. തേഷാം യതതാം അപി സിദ്ധാനാം സിദ്ധാ ഏവ ഹി തേ യേ മോക്ഷായ യതന്തെ തേഷാം കശ്ചിദേവ മാം വേത്തി തത്വതഃ യഥാവത്. മനുഷ്യാണാം മധ്യേ സഹസ്രേഷു അനേകേഷു കശ്ചിത് യതതി പ്രയത്നം കരോതി സിദ്ധയേ സിദ്ധ്യർത്ഥം തേഷാം യതതാം അപി സിദ്ധാനാം സിദ്ധ ഏവ ഹി തേ യേ മോക്ഷായ യതന്തെ തേഷാം കശ്ചിദേവ മാം വേത്തി തത്വതഃ യഥാവത്. അപ്പം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മനുഷ്യൻ എപ്പോഴും മനനശീലനാണ്. മനു അവബോധനെ എന്നുള്ള ധാതുവിൽ നിന്നാണ് മനുഷ്യ ശബ്ദം ഉണ്ടാവുന്നത്. മനു അവബോധനെ, അറിയാനുള്ള സാമർഥ്യത്തോടു കൂടിയവനാണ് മനുഷ്യൻ. അറിയാനുള്ള സാമർഥ്യം, അതാണ് മനുഷ്യൻ്റെ മഹിമ. ബ്രഹ്മാവലോകദിഷണം പുരുഷം വിധായ മുദമാപദേവഃ. ബ്രഹ്മാവലോക സാമർഥ്യത്തോടു കൂടിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദേവൻ സന്തോഷിച്ചു. ഭാഗവതം ഓർമ്മിക്കുക. അപ്പോൾ സത്യസാക്ഷാത്കാരത്തിനായിക്കൊണ്ടുള്ള വിശേഷ ബുദ്ധിയാണ് മനുഷ്യൻ്റെ സവിശേഷത. അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ വിശേഷബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് പ്രയോജനപ്പെടുത്തണ്ടേ. സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ, ആ സമ്പത്തിനെ വിനിയോഗിക്കണ്ടേ. ഇപ്പോൾ സാമാന്യമായിട്ട് പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും കോഴിക്കും എല്ലാമുള്ള എല്ലാ മികവുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേണം, തീർച്ചയായിട്ടും വേണം, വേണ്ടെന്ന് പറയുന്നില്ല. ഇരയും ഇണയും ഒക്കെ നമുക്ക് വേണം, വേണ്ടെന്ന് ആര് പറഞ്ഞു? കാമം വേണം, അർത്ഥം വേണം, ധർമ്മം വേണം. പക്ഷേ അതിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ മനുഷ്യരാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് മനുഷ്യ ജന്മം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അതിനെ വിനിയോഗിക്കുന്നവർ, അതാണ് സിദ്ധ്യർത്ഥം പ്രയത്നം കരോതി കശ്ചിദേവ. ഏതോ ഒരാൾ, അനേകായിരം പേരിലൊരാൾ ജന്മലക്ഷ്യ സാഫല്യത്തിന് വേണ്ടി പ്രയത്നം ചെയ്യുന്നു. തേഷാം യതതാമപി സിദ്ധാനാം. അങ്ങനെയുള്ള യത്നം ചെയ്യുന്ന സിദ്ധന്മാരിൽ, അവിടെ ഭാഷ്യകാരൻ എന്നൊരു വിശദീകരണം വേണമെന്നൊരു തോന്നൽ. കാരണം സാധകനെ കൊണ്ട് താൻ സിദ്ധൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ എന്നൊരു ചിന്ത. അപ്പോൾ ഭാഷ്യകാരൻ തന്നെ പറയുകയാണ്, സിദ്ധാഹ ഏവതേ, അവർ സിദ്ധന്മാർ തന്നെയാണ്. യേ മോക്ഷായ യതന്തേ,
മുക്തിക്കായിക്കൊണ്ട് ആര് പ്രയത്നിക്കുന്നുവോ അവർ സിദ്ധന്മാർ തന്നെയാണ്. അവരാണ് സിദ്ധരായി കഴിഞ്ഞു എന്നർത്ഥം. ജന്മാന്തരകൃത പുണ്യത്തിൻ്റെ ഫലമായിട്ടേ ഒരാൾക്ക് തത്വജിജ്ഞാസ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. അപ്പം അതൊരു സിദ്ധിയാണ്. അനേക ജന്മങ്ങളിൽ ചെയ്ത സത്കർമ്മത്തിൻ്റെ പരിപാകം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സത്യജിജ്ഞാസ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഈ പല പരിപാടികൾക്കും പോകുമ്പോൾ സ്വാഗതം പറയുന്നവർ കേൾക്കാറുണ്ട്, നിങ്ങളെല്ലാവരും സ്വാമിജി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്ത്? യവനത് ബാധകമല്ല എന്നർത്ഥം. പൊതുവെയുള്ള സ്വഭാവം അതാണ്. പൊതുവെ കശ്ചിദേവ മാം എത്തി തത്വതഃ, അങ്ങനെയുള്ള അനേകായിരം പേരിൽ ഏതോ ഒരാളാണ് എന്നെ വാസ്തവത്തിൽ അറിയുന്നത്. യഥാവത്, എന്താണ് എൻ്റെ സ്വരൂപം. യാവാൻ യശ്ചാസ്മി തത്വതഃ, ഞാൻ ആരാണ്, എത്ര കണ്ടുണ്ട്, എന്താണ് എൻ്റെ സ്വരൂപം എന്നൊക്കെ വളരെ ചുരുക്കം പേരെ അറിയുന്നുള്ളൂ. അങ്ങനെ ദുർലഭതമമായ അറിവാണ് ഹേ അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോണത് എന്ന് പറഞ്ഞ് പൂർണ്ണമായി ശിഷ്യൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച് എന്നിട്ടാണ് ഉപദേശിക്കുന്നത്. നോക്കൂ, ശ്രോതാരം പ്രരോചനേന അഭിമുഖീകൃത്യ ആഹാ. ശ്രോതാരം പ്രരോചനേന അഭിമുഖീകൃത്യ ആഹാ. ശ്രോതാവിനെ പ്രചോദിപ്പിക്കുന്നതിലൂടെ അഭിമുഖീകരിച്ച് പറയുന്നു. അഭിമുഖീകൃത്യ, അഭിമുഖീകരണം നേടിയിട്ട്, ആഭിമുഖ്യം നേടിയിട്ട്. ഗുരുനാഥൻ ഉപദേശിക്കണോ, നിങ്ങളെന്താ വെച്ചാൽ ഉപദേശിച്ചോളൂ, ഞാൻ ഇവിടെ ഇരുന്ന് തരാം, ഞാൻ ഇരുന്നാലല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാനിവിടെ ഇരുന്ന് തരാമെന്ന് പറഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും നോക്കി മൊബൈൽ ഫോൺ നോക്കി ഇല്ലേ, അങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ അർജുനാണെങ്കിൽ അമ്പും വില്ലൊക്കെ നോക്കി രഥത്തിൻ്റെ കൊത്തുപണികളൊക്കെ നോക്കി ഇരിക്കുകയാണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ സംഭവിക്കാം. അതാണ് അഭിമുഖീകൃത്യ. പൂർണ്ണമായി അഭിമുഖീകരിച്ചിട്ട് പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ എന്താ ഭഗവാൻ പറയണത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധാലുവായിരിക്കുന്ന അവസ്ഥ അർജുനനിൽ ഉണ്ടാക്കിയിട്ട്. അതെങ്ങനെ? പ്രരോചനേന, പ്രരോചിപ്പിക്കുന്നതിലൂടെ, രുചിയെ വളർത്തുന്നതിലൂടെ, പ്രചോദനം ചെയ്യുന്നതിലൂടെ അഭിമുഖീകരിച്ചിട്ട് പറയുന്നു. ഇപ്പം പൂർണ്ണമായി ശിഷ്യൻ ശ്രവിക്കാൻ തയ്യാറായി. അപ്പോഴാ പറയണത്. എന്താ പറയണത്? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ഭൂമിരാപോ നലോ വായുഃ ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഭൂമിഃ ആപഃ അനലഃ വായുഃ ഖം മനഃ ബുദ്ധിഃ അഹങ്കാര.
ഇതി ഇയം മേ പ്രകൃതി അഷ്ടധാ ഭിന്ന. മേ പ്രകൃതി, എൻ്റെ പ്രകൃതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഏതാനും ശ്ലോകങ്ങൾ പഠിച്ചാൽ ഉപദേശ താത്പര്യം നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, തെറ്റിദ്ധരിക്കാനിട വരികയും ചെയ്യും. ഈ അധ്യായം പൂർണ്ണമായി പഠിക്കുമ്പോഴാണ് ഉപദേശ താത്പര്യം നമുക്ക് വെളിവാവുക എന്ന് ഓർമ്മിക്കണം. എന്ന് മാത്രമല്ല, പൂർണ്ണമായി വേണ്ടതുപോലെ വിലയിരുത്തി പഠിക്കാത്ത പക്ഷം ഭഗവാൻ 2-ാം അധ്യായത്തിലും മറ്റും ഉപദേശിച്ച അദ്വൈതത്തിന് വിരുദ്ധമല്ലേ ഈ ഉപദേശം എന്ന് വരെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ദ്വൈതോപദേശമാണല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഈ അധ്യായം മുഴുക്ക പഠിച്ചിട്ടേ നിഗമനത്തിലെത്താൻ പാടുള്ളൂ. ആദ്യമേ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇവിടെ പറയുകയാണ് ഭൂമി, ഭൂമി, ഭൂമി തന്നെ. ആപഹ, ജലം, വെള്ളം. അപ്ശബ്ദം എപ്പോഴും ബഹുവചനത്തിലാണ് പ്രയോഗിക്കുക. ജലം, ഉദകം എന്നൊക്കെ ഉള്ളത് ഏകവചനത്തിൽ പ്രയോഗിക്കാം. പക്ഷെ അപ്ശബ്ദം എപ്പോഴും ബഹുവചനത്തിലാണ് പ്രയോഗിക്കുക. ആപഹ ബഹുവചനമാണ്. അതെപ്പോഴും തിരുവനന്തപുരത്ത് വെള്ളങ്ങൾ എന്ന് പറയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വെള്ളങ്ങൾ, അതാണ് ഇവിടെയും ആപഹ ബഹുവചന. വെള്ളങ്ങൾ, വെള്ളങ്ങളൊക്കെ കുടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്നിലധികം വെള്ളം തരാൻ പോകുന്നുണ്ട്. എന്നതില്ല, ഒരു വെള്ളമില്ല. അനലഹ, അനലൻ. അനലൻ ആരാ? മതിയെന്ന് പറയാത്തവൻ. അലം എന്ന് പറയാത്തവനാരോ അവൻ. കൊടുക്കുന്നതിനനുസരിച്ച് പിന്നെയും 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 ചോദിക്കും. അഗ്നി, വായുഹു, വായു. ഖം, ആകാശം. ഖം, ആകാശം. അപ്പം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങളായി. മനഃ, മനസ്സ്. എന്തിനെ കൊണ്ട് മനനം ചെയ്യുന്നുവോ, ഏതൊരു അന്ധക്കരണ വൃത്തിയാണോ സങ്കല്പ വികല്പങ്ങളെ ചെയ്യുന്നത്, അതാണ് മനസ്സ്. ബുദ്ധി, യാതൊരു അന്ധക്കരണ വൃത്തിയാണോ നിശ്ചയിക്കുന്നത്, അധ്യവസായം ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത്, അതാണ് ബുദ്ധി. മനസ്സും ബുദ്ധിയും അന്ധക്കരണത്തിൻ്റെ വൃത്തികൾ തന്നെയാണ്. വ്യത്യാസം, മനസ്സൊന്നിനെയും നിശ്ചയിക്കില്ല. പിന്നെയോ അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, വേണോ വേണ്ടയോ, പോണോ പോണ്ടയോ, ഇങ്ങനെ എന്തിനെ സംബന്ധിച്ചും ഒരു സങ്കല്പവും ഒട്ടനെ അതിൻ്റെ വികല്പവും. ഇതാണ് മനസ്സിൻ്റെ സ്വഭാവം. ഈ മനസ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന ആളാണ് ബുദ്ധി. ഇതാണ് അല്ലെങ്കിൽ ഇതല്ല, വേണം അല്ലെങ്കിൽ വേണ്ട. അഹങ്കാര, ഈ മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊക്കെ അടിസ്ഥാനമായി ഞാൻ എന്നുള്ളതായ ആ ഒരു പ്രകാശം ഞാൻ ഉണ്ടാവണം. ഞാൻ എന്നുള്ളത് കേവലമായ ആത്മസത്യം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ ഉപാധികളോട് തന്നെ ചേർന്ന്
ഞാൻ എന്നുള്ള ഭാവത്തെ പ്രകാശിപ്പിക്കുന്ന ജീവാത്മഭാവമാണ്. കേവലാത്മഭാവം എന്ന് പറയാൻ വയ്യ. ഇതി ഇപ്രകാരം മേ പ്രകൃതി, എൻ്റെ പ്രകൃതി, അഷ്ടധാ ഭിന്ന, 8 പ്രകാരത്തിൽ ഭിന്നയാണ്. മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്ന് ശ്വേതാശ്വതരം പറയും. മായ എന്ന നീ പ്രകൃതിയെ അറിയൂ, ആ പ്രകൃതിയെ വശത്തിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്നവനെ മായാവി എന്നറിയൂ എന്ന്. ആ മായാവി പരമേശ്വരനാണ്. ഗീതയിൽ മറ്റ് സന്ദർഭങ്ങളിലും മമ മായ എന്നൊക്കെ പ്രയോഗമുണ്ട്. എൻ്റെ മായ, എൻ്റെ പ്രകൃതി. എൻ്റെ പ്രകൃതി നമുക്ക് വിശദമായി ചിന്തിക്കാം കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, ഇപ്പം വേണ്ട. അപ്പം എൻ്റെ പ്രകൃതി അഷ്ടധാ ഭിന്ന, 8 പ്രകാരത്തിൽ ഭിന്നയാണ്. 8 പ്രകാരത്തിൽ ഭിന്നയാണ്. ഈ 8 പ്രകാരത്തിൽ ഭിന്നയായ പ്രകൃതി അപരാപ്രകൃതിയാണ്. അപ്പോൾ പരാപ്രകൃതി എന്താണ്? ജീവഭൂതാം, ജീവഭൂതയായതാണ് പരാപ്രകൃതി. അത് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നുണ്ട്. നമുക്ക് അതുകൂടി വായിച്ചിട്ട് ഇതിൻ്റെ ഭാഷ്യത്തിലേക്ക് കടക്കാം. നോക്കൂ. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്. ഇയം അപരാ, ഇവൾ അപരയാണ്. അപര എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പരയല്ല. അപ്പം എൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് 8 വിഭാഗത്തിൽ പിരിഞ്ഞ പ്രകൃതിയെ പറഞ്ഞു. പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും. അപ്പോൾ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും എന്നിങ്ങനെ 8 വിഭാഗത്തിൽ തിരിഞ്ഞ പ്രകൃതിയെ പറഞ്ഞ ഉടനെ ഭഗവാൻ പറയുകയാണ് ഇവൾ അപരയാണ്. നമ്മൾ കേമിയല്ല. അപര ന പര, പരയല്ല. ഇതഹാത്തു അന്യാം പ്രകൃതിം പരാം വിദ്ധി, ഇതിൽ നിന്ന് ഭിന്നയായൊരു പ്രകൃതിയുണ്ട്, അവളെ നീ പരാ എന്നറിയൂ. അപ്പോൾ തൻ്റെ പ്രകൃതിയെ തന്നെ 2ആയി വിഭജിച്ചു ഭഗവാൻ, പരാപ്രകൃതിയും അപരാപ്രകൃതി. അപ്പം എന്താ ഭഗവാനെ പരാപ്രകൃതി? ജീവഭൂതാം, ജീവഭൂതയാണ്, ജീവാത്മലക്ഷണയാണ്. എന്നാൽ ഒന്നും കൂടി ഒന്ന് സ്പഷ്ടാക്കിക്കൂടെ? യയാ ഇദം ജഗത് ധാര്യതേ, യാതൊരുവളെ കൊണ്ട് ഈ ജഗത്ത് മുഴുവൻ ധരിക്കപ്പെടുന്നുവോ, യാതൊരുവളാൽ ഈ ജഗത്ത് മുഴുവൻ ധരിക്കപ്പെടുന്നുവോ അതാണ് എൻ്റെ പരാപ്രകൃതി. യാതൊന്നാണോ ജഗദ്രൂപമായി തീർന്നിട്ടുള്ളത് അതാണ് എൻ്റെ അപരാപ്രകൃതി.
ഇവിടെ പ്രകൃതിയെ സംബന്ധിക്കുന്ന അഥവാ മായാശബ്ദത്തെ പ്രകൃത്യർത്ഥത്തെടുത്താൽ നമ്മുടെ അടിസ്ഥാനമായ വീക്ഷണം മനസ്സിലാക്കണം. പ്രകൃതി വേറെ, പുരുഷൻ വേറെ എന്നുള്ള കാഴ്ചപ്പാടുകൾ പല ദർശനങ്ങളിലുമുണ്ട്. സാഖ്യവും യോഗവും ഉദാഹരണങ്ങളാണ്. സാഖ്യദർശനത്തിനും യോഗദർശനത്തിനും അനുസരിച്ച് പ്രകൃതി പുരുഷന്മാർ വേറെയാണ്. എന്നാൽ വേദാന്തത്തിൻ്റെ ഔപനിഷദമായ പക്ഷം പ്രകൃതി പുരുഷന്മാർ ഭിന്നങ്ങളല്ല. അനന്യവും അഭിന്നവുമാണ്. അനന്യവും അഭിന്നവുമാണ്. അഭിന്നയാണ്, അനന്യയാണ് പ്രകൃതി. അപ്പോൾ ചോദ്യം, അഭിന്നവും അനന്യവുമാണെങ്കിൽ പിന്നെ എങ്ങനെ രണ്ടെന്ന രീതിയിൽ വ്യവഹരിക്കണത്? അങ്ങനെ പതിവുണ്ടല്ലോ. നമ്മൾ തന്നെ പലപ്പോഴും ഇവിടെ ചിന്തിച്ചിട്ടുള്ള ദൃഷ്ടാന്തമാണ് അഗ്നിയും അഗ്നിയുടെ ചൂടും എന്ന ദൃഷ്ടാന്തം. അഗ്നിയിൽ നിന്ന് ഭിന്നമായിട്ട് ചൂടിനെയോ ചൂടിൽ നിന്ന് ഭിന്നമായിട്ട് അഗ്നിയെയോ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നല്ല, ചൂടുള്ള എല്ലാ വസ്തുക്കളിലും അഗ്നിയുടെ സാന്നിധ്യം, അനുപ്രവേശം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അഗ്നി സാന്നിധ്യം കൊണ്ടാണ് ചൂട്. തണുത്ത വസ്തുവായി നമ്മൾക്ക് അനുഭവപ്പെട്ട വെള്ളം ചൂടുവെള്ളമായെങ്കിൽ ആ ചൂട് വെള്ളത്തിൻ്റെ അല്ല, അഗ്നിയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് അഗ്നി അനുപ്രവേശം ചെയ്തതുകൊണ്ട് ചൂടുവെള്ളമായി. അഗ്നി സാന്നിധ്യമുള്ള കാലത്തോളം ചൂടുവെള്ളമായിരിക്കും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അഗ്നിയുടെ ഭാഗമായിട്ട് ഭാവമായിട്ട് നമ്മൾ ചൂടിനെ മനസ്സിലാക്കുന്നു. ഇവിടെ അഗ്നിയെയും ചൂടിനെയും വേർതിരിക്കാൻ വയ്യ. എന്നാൽ ഒരാൾക്ക് പറയാം, എനിക്ക് തീ കൊണ്ട് പൊള്ളി എന്ന് പറയാം, എനിക്ക് തീയുടെ ചൂട് കൊണ്ട് പൊള്ളി എന്നും പറയാം. രണ്ടും ശരിയാണ്. അഗ്നിയുടെ ചൂട് കൊണ്ട് പൊള്ളി, അയാൾ ഉദ്ദേശിച്ചത് അഗ്നിയുടെ വെളിച്ചം കൊണ്ട് പൊള്ളൂലല്ലോ, അതാണ്. വേറൊരാൾ പറഞ്ഞു എനിക്ക് അഗ്നി കൊണ്ട് പൊള്ളി, രണ്ടും ശരിയാണ്, അല്പവും തെറ്റില്ല. അപ്പോൾ അനന്യയും അഭിന്നയുമാണ് അഗ്നിയുടെ ചൂട്. അഭിന്നമാണ്, അനന്യമാണ്. എങ്കിലും വ്യവഹാരദശയിൽ നമ്മൾ ഭിന്നയെപ്പോലെ പറയും, ഭിന്നമെന്ന പോലെ പറയും. പരമാത്മാവിൻ്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷമാണ് മായ. ഇതാണ് വേദാന്ത സിദ്ധാന്തം. അപ്പോൾ ഇവിടെ എൻ്റെ പ്രകൃതി എന്നൊക്കെ പറയുന്നത് ദ്വൈതപരമല്ലേ എന്ന് നമുക്ക് സംശയം വരും. നമ്മൾ മനസ്സിലാക്കുക, മൊത്തം സിദ്ധാന്തം ഈ അധ്യായം പൂർണ്ണമായി എത്തുമ്പോഴേ ഉരുത്തിരിഞ്ഞു വരൂ എന്ന് നേരത്തെ പറഞ്ഞു. ഭഗവാനെ സംബന്ധിച്ച് അക്കാലത്തുണ്ടായിരുന്ന വിവിധ പക്ഷികളെ പിണക്കി പറഞ്ഞയക്കാതെ എല്ലാവരെയും ചേർത്ത് പതുക്കെ പതുക്കെ അദ്വൈത ചിന്താ പദ്ധതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മഹാലക്ഷ്യമുണ്ട്. അതുകൊണ്ട് സാഖ്യനെയും ചേർത്ത് പിടിക്കും, യോഗിയെയും ചേർത്ത് പിടിക്കും. എന്നിട്ട് എല്ലാവരെയും വേദാന്ത മഹാസൗധത്തിൽ കൊണ്ടുപോയി എത്തിക്കും. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ
സാഖ്യനും യോഗിയൊക്കെ പറയുന്ന ആശയങ്ങളെ തന്നെ ഭഗവാനും സ്വീകരിച്ച് അംഗീകരിച്ച് ആദരിക്കും. അതിലൂടെ അവനെ പിടിച്ച് വേദാന്ത ദർശനത്തിലേക്ക് എത്തിക്കും. ഈ ഒരു ചിന്താ പദ്ധതിയാണ് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു കൗശലം തന്നെയാണ്. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ പറയണതായ ആ ഒരു കൗശലം ഭഗവാനും ഉണ്ട്. പിണക്കാൻ ഒരു നിമിഷം മതി, ഇണക്കാൻ നല്ലോണം അധ്വാനിക്കണം, അല്ലേ? അതെ, ഒറ്റ നിമിഷം കൊണ്ട് പിണക്കാം. എന്നാൽ ഇണക്കിക്കൊണ്ടുവരാനോ വളരെ പണിയുണ്ട്. സാഖ്യനെയും യോഗിയും ഒക്കെ തന്നെ ഇണക്കി തൻ്റെ വേദാന്ത ചിന്താ പദ്ധതിയിലേക്ക് ആകർഷിക്കുക എന്നുള്ള വലിയ കൃത്യമാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാഖ്യ ശബ്ദങ്ങളെ ഉപയോഗിക്കുന്നു, പ്രകൃതി, പുരുഷൻ എന്നൊക്കെ. അപ്പോൾ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 8ആയി പിരിഞ്ഞതാണ് എൻ്റെ അപരാപ്രകൃതി. എന്നാൽ ഇതിനെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന ജീവഭാവം, അത് എൻ്റെ പരാപ്രകൃതി. ഈ ജീവഭാവത്തെ തന്നെ നമുക്ക് 2 തലങ്ങളിൽ കണ്ടൂടെ? വ്യഷ്ടിതലത്തിലും സമഷ്ടിതലത്തിലും. വ്യഷ്ടിതലത്തിൽ അതിനെ നമുക്ക് ജീവൻ എന്ന് വിളിക്കാം, സമഷ്ടിതലത്തിൽ നമുക്കതിനെ ഈശ്വരൻ എന്ന് വിളിക്കാം. നോക്കൂ, പഞ്ചഭൂതങ്ങൾ അവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭൗതികങ്ങൾ, ഭൂതങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നത് ഭൗതികം. അപ്പം നമ്മളെല്ലാം ഇവിടെ ഞാൻ എന്ന് പറയുന്നു. നമ്മൾ ഓരോരുത്തർ കോഴിക്കോട് പൊതുവേ നമ്മളെന്ന് പറയുന്നു. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കോഴിക്കോട്ടുകാർക്ക് നമ്മൾ എന്ന് പറയാം, ബാക്കിയുള്ളവർക്ക് ഞാൻ എന്ന് പറയാം. എന്ത് പറഞ്ഞാലും വിരോധമില്ല. എന്തൊക്കെ ചേർന്നതാ? അപ്പം ഈ ശരീരം ആദ്യം വരുന്നു. ശരീരം എന്താണ്? ശരീരം ഭൂതഭൗതിക സംഘാതങ്ങളുടെ ചേർച്ചയാണ്. അനേക കോടി ജീവകോശങ്ങൾ ചേർന്നതാണ്. ട്രില്യൺ കണക്കിന് ജീവകോശങ്ങൾ ചേർന്നതാണ്. ആ ഓരോ കോശവും തന്നെ ഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ചിലതിൻ്റെ ആധിക്യം ഉണ്ടാവും, ചിലതിൻ്റെ ന്യൂനത ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ 100% ഭൗതികമാണ് ശരീരം. ഭൗതികമാണ്. വിവിധ ഭൂതവികാരങ്ങളെ ചേർത്ത് വെച്ചതാണ്. അതൊരു അത്ഭുതമാട്ടോ. അത് വേറെ വിഷയം. ശരീരം എന്ന മഹാത്ഭുതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ വിഷയം. അതിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകണ്ട. ഏതെങ്കിലും ഒരു അവയവം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് അത്ഭുതമാവില്ലേ? ഇല്ല. ഏതെങ്കിലും അവയവം ലോകത്തിൽ ഈ വജ്രം കഴിഞ്ഞാൽ ഉറപ്പുള്ള വസ്തുവാണത് നമ്മുടെ പല്ല്. എന്താ കഥ? ആലോചന എത്തുപിടിയും കിട്ടില്ല. വളരെ വിലയേറിയ രസമൊക്കെ ചേർത്തിട്ടാണ് നമ്മളെ തലയോട് ഉണ്ടാക്കിയിട്ടുള്ളത്. മെർക്കുറി വളരെ കൂടുതലാണ്. അപ്പോൾ അത് കത്തുന്ന കണ്ടാൽ നല്ല സുഖമാണ്. തീ പിടിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ മതി, നല്ല തിളങ്ങിയിട്ടൊരു ശോഭ വരാനുണ്ട് തലയോടിന്. കത്തുക നോക്കിയാൽ മതി. ആരെങ്കിലൊക്കെ ബന്ധുക്കളെ ആരെങ്കിലും ദഹിപ്പിക്കുമ്പോൾ നോക്കിയാൽ മതി. നല്ല കൗതുകമാണ് കാണാൻ. നല്ലൊരു സൗവർണ ശോഭയിലാണ് തല.
അതിൻ്റെ രസത്തിൻ്റെ ആധിക്യം അതിന് പ്രധാന കാരണം. എന്തൊക്കെ അത്ഭുതങ്ങളാണ്. നമ്മൾ കരൾ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒരു 550ഓളം ഫാക്ടറികൾ വേണ്ടി വരും. അത്രയ്ക്കധികം കെമിക്കൽസ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 550 എത്രയോ ഉണ്ട്, കൃത്യ എണ്ണ അറിയുന്നവർക്ക് പറയാം. എന്തായാലും 550-ലധികം ഉണ്ട്. അത്രയും കെമിക്കൽസാണ് അവൻ ഉണ്ടാക്കുന്നത്. ഓരോന്നിനും ഓരോ ഫാക്ടറി കൂട്ടിക്കഴിഞ്ഞാൽ ഈ കൊളത്തൂർ ഗ്രാമം മുഴുവനായാലും മതിയാവില്ല ഒരു കരളിൻ്റെ വലുപ്പം. ആലോചിച്ച് നോക്കൂ. എന്താ ഇപ്പം നടക്കണതെന്ന് വെച്ചാൽ, നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതൊക്കെ ആലോചിക്കാറുണ്ടോ? ഭഗവാനെ ഒന്ന് ഓർമ്മിക്കാറുണ്ടോ? ആലോചിച്ച് നോക്കൂ. അത്യന്ത കുശലശില്പിഭിരപി ദുർനിർമ്മാണം. ഭഗവാൻ ഭാഷ്യകാരൻ പറയും, അത്യന്ത കുശലശില്പിഭിരപി ദുർനിർമ്മാണം. അത്യന്ത കുശലശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ ക്ലേശമുള്ളതാണ് ഈ ശരീരം. അതിനെ ഉണ്ടാക്കി തന്നിട്ടുള്ള നമുക്ക്. പക്ഷെ ഒന്ന് പറയും, ഇതൊക്കെയാണെങ്കിലും ഇത് ഭൗതികമാണ്. ഇത് ചേർന്ന് നിൽക്കുന്നത് ഞാനുണ്ടായത് കൊണ്ടാ അല്ലേ? ഞാൻ ഏത് നിമിഷയിൽ നിന്നില്ലേ പിന്നെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ ഭൗതികങ്ങൾ നിലനിൽക്കുമോ? മനസ്സ്, ബുദ്ധി നിലനിൽക്കുമോ? ഇല്ല. സ്ഥൂലം, സൂക്ഷ്മം എന്നീ വിഭാഗത്തിലുള്ള ഒന്നും നിലനിൽക്കില്ല ഞാനില്ലെങ്കിൽ. ഞാനുള്ളപ്പോഴോ ഇതൊക്കെ നിലനിൽക്കും. അപ്പം ഇതിനെയൊക്കെ ആരാ ധരിക്കുന്നേ? ജീവഭൂതമായ ഞാനാണ്. എങ്കിൽ നമുക്ക് ഈ സമഷ്ടിയിലേക്കൊന്ന് നോക്കാം. ഇത് തന്നെയാണ് സമഷ്ടി. ഈ നിർമ്മാണത്തിന് ഒറ്റ ടെക്നിക്കേ ഉള്ളൂ, ഒറ്റ ടെക്നോളജിയേ ഉള്ളൂ. വ്യഷ്ടിയായാലും സമഷ്ടിയായാലും ഒരു ആറ്റത്തിൻ്റെ ഘടനയും പ്രപഞ്ചത്തിൻ്റെ ഘടനയും ഒന്ന് തന്നെയാണ്. ഒരു ഓർഗാനിക് സെല്ലിൻ്റെ ഘടനയും മൊത്തം ഘടനയും ഒന്ന് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. മൂപ്പർക്ക് ഒരൊറ്റ ഫോർമുല അറിയുള്ളൂ എന്ന് തോന്നുന്നു. അത് വെച്ചിട്ടുള്ള കളിയാണ്. എല്ലാവരും പോലെയാണ്. അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ അത്ഭുതം വരും നമുക്ക്. പുരുഷ ബീജത്തിൻ്റെ ഘടനയും നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഘടനയും ഒന്ന് തന്നെയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ഒരു പുരുഷ ബീജത്തിൻ്റെ ആകൃതി. എന്നിട്ട് നമ്മുടെ മസ്തിഷ്കം അങ്ങനെ വെച്ചിട്ട് ആ മസ്തിഷ്കത്തിൻ്റെ മധ്യത്തിലേക്ക് സുഷുമ്ന ചെന്ന് ചേരുന്ന അവസാനം ഒരു വാല് മാത്രമായിട്ടുള്ള അടിഭാഗവും ഒന്ന് കൂട്ടി വെക്കൂ. അപ്പം മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള സ്ഥാനം, അവിടെ സഹസ്രാരപത്മം ആശ്രയിക്കുന്ന മസ്തിഷ്ക കേന്ദ്രം അന്ന് മനസ്സിൽ കണ്ടു. അതുതന്നെയാണ് പുരുഷ ബീജത്തിൻ്റെ ആകൃതി. ഇതൊരു വല്ലാത്ത പരിപാടിയാണ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാനാകുന്ന ജീവാത്മാ അല്ലെങ്കിൽ ജീവഭാവം ഇതിനെ മുഴുവൻ ചേർത്ത് വയ്ക്കുന്നു. ഇതുപോലെ സമഷ്ടിയിലും സൂര്യനും ചന്ദ്രനും ഗ്രഹനക്ഷത്രങ്ങളും താരാഗണങ്ങളും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും എല്ലാം ഈ ജീവഭൂതമായ ഈശ്വരനുള്ളത് കൊണ്ടാണ്. ഈശ്വരൻ എല്ലാത്തിനെയും ചേർത്ത് വയ്ക്കുന്നത്. ഇല്ലാച്ച ഒന്നും നിൽക്കില്ല. അതൊരു അണുകണമായാലും അനന്തകോടി ബ്രഹ്മാണ്ടമായാലും എല്ലാത്തിലും അഭിമാനിയായിട്ടാണ് ഈശ്വരൻ ഇരിക്കുന്നത്. സമഷ്ടിരീശ സർവേഷാം സ്വാത്മതാദാത്മ്യവേദനാത്. എല്ലാത്തിലും ഞാൻ എന്നുള്ള താദാത്മ്യത്തോടു കൂടി ഈശ്വരൻ ഇരിക്കുക. എല്ലാത്തിലും ഞാൻ എൻ്റെ എന്നുള്ള താദാത്മ്യത്തോടു കൂടി ജീവൻ ഇരിക്കുക. ഇത്രയേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്, ജീവഭൂതമാ രണ്ടും. ഒന്ന് ചിന്തിച്ചാൽ ബഹുരസാ. നമ്മളിലെ പ്രാണനെ സമഷ്ടി പ്രാണനുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുക, നമ്മുടെ മനസ്സിനെ സമഷ്ടി മനസ്സുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുക, നമ്മുടെ ബുദ്ധിയെ സമഷ്ടി ബുദ്ധിയായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുക. അപ്പോൾ ഈ ഭൗതികങ്ങളൊക്കെ
ഭൂതാതീതമായ ജീവഭൂതമായിരിക്കുന്ന ആ പരാപ്രകൃതിയാൽ ധാര്യത്തെ ധരിക്കപ്പെടുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ആ ധരിക്കുന്നതും ഞാനല്ല, അതും പരമമല്ല, അതും പ്രകൃതി തന്നെയാണ്. അതെൻ്റെ പരാപ്രകൃതിയാണ്. ഈ ജീവഭാവത്തിനും കാരണം എന്താ? കണ്ണാടിയാകുന്ന ഉപാധിയിൽ പ്രതിഫലിച്ച സൂര്യൻ പ്രവർത്തിക്കുന്നുണ്ട്, പ്രകാശിപ്പിക്കുന്നുണ്ട്. പക്ഷെ കണ്ണാടിയിൽ പ്രതിഫലിച്ച സൂര്യനല്ല. പിന്നെയോ ആ കണ്ണാടി എന്ന ഉപാധി മാറിയപ്പോൾ സൂര്യൻ തന്നെ. എന്ന പോലെ മായോപാധിയിലാണ് ജീവനും ഈശ്വരനും ഒക്കെ. മായോപാധിയിൽ ഇരുന്നുകൊണ്ടാ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതും എൻ്റെ പ്രകൃതിയാണ്, ഞാനല്ല കേട്ടോ, ഞാൻ അതിനും ഉപരിയാണ്. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത. അത് പരമാത്മാ. ഈ പറയുന്നത് അവിടെ എത്തിയില്ല. ഇത് പരാപരാപ്രകൃതികൾ, പരാപ്രകൃതിയും അപരാപ്രകൃതിയും. ഇതിൽ അപരാപ്രകൃതിയെ നമുക്ക് കണ്ടറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും മനസ്സിലാക്കാം. പരാപ്രകൃതിയെ നമുക്ക് ഊഹിച്ച് അനുമാനിച്ച് മനസ്സിലാക്കാനേ പറ്റൂ. ഇതിങ്ങനെ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാതെ ഛിന്ന ഭിന്നമായി പോകാതെ കൂടിച്ചേർത്ത് നിർത്തപ്പെടണമെങ്കിൽ എന്തോന്നതിനെ കൂടിച്ചേർത്ത് നിർത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റൂ. അല്ലാതെ പോയി തൊട്ട് നോക്കി കാണാനൊന്നും പറ്റില്ല. അവിടെ യുക്തിപൂർവ്വം മനസ്സിലാക്കാനേ പറ്റൂ. അത് എത്ര കണ്ട് നമ്മൾ ശാസ്ത്രബോധമുള്ളവരാകുന്നുണ്ടോ അത്ര കണ്ട് ഈശ്വര മഹിമ കൂടുതൽ 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 മനസ്സിലാവും. ഏതായാലും ഈ 2 ശ്ലോകങ്ങളിൽ പരാപരാപ്രകൃതികളെ പറഞ്ഞു. നോക്കൂ, ഭൂമി ഇതി പൃഥിവീ തന്മാത്രമുച്യതേ ന സ്ഥൂല ഭിന്നാ പ്രകൃതിരഷ്ടധ ഇതി വചനാത് തഥാ അബാധയഃ അപി തന്മാത്രാണി ഏവ ഉച്യന്തെ. ആപഃ അനലഃ വായുഃ ഖം മനഃ ഇതി മനസഃ കാരണം അഹങ്കാരഃ ഗൃഹ്യതേ. ബുദ്ധിഃ ഇതി അഹങ്കാരകാരണം മഹത്തത്വം. അഹങ്കാര ഇതി അവിദ്യാ സംയുക്തം അവ്യക്തം. യഥാ വിഷസംയുക്തം അന്നം വിഷമുച്യതേ ഏവം അഹങ്കാരവാസനാവത് അവ്യക്തം മൂലകാരണം അഹങ്കാര ഇതി ഉച്യതേ. പ്രവർത്തകത്വാദ് അഹങ്കാരസ്യ. അഹങ്കാര ഏവ ഹി സർവസ്യ പ്രവൃത്തിബീജം ദൃഷ്ടം ലോകേ. ഇതീയം യഥോക്ത പ്രകൃതി മേ മമ ഈശ്വരി മായാശക്തി അഷ്ടധാ ഭിന്ന ഭേദം ആഗത. അപര അനപര നികൃഷ്ട അശുദ്ധ അനർത്ഥകരി സംസാരബന്ധനാത്മിക ഇയം. ഇതഃ അസ്യാഹ യഥോക്തായാഹ തു അന്യാം വിശുദ്ധാം പ്രകൃതി മമ ആത്മഭൂതാം വിദ്ധി മേ പരാം പ്രകൃഷ്ടാം ജീവഭൂതാം ക്ഷേത്രജ്ഞലക്ഷണാം പ്രാണധാരണ നിമിത്തഭൂതാം. ഹേ മഹാബാഹോ, യയാ പ്രകൃത്യ ഇദം ധാര്യതേ ജഗത് അന്തഃപ്രവിഷ്ടയാ. ഭൂമി ഇതി പൃഥിവീ തന്മാത്രം ഉച്യതേ ന സ്ഥൂല ഭിന്നാ പ്രകൃതിരഷ്ടധ ഇതി വചനാത് തഥാ അബാധയഃ അപി തന്മാത്രാണി ഏവ ഉച്യന്തെ. ആപഃ അനലഃ വായുഃ ഖം മനഃ ഇതി മനസഃ കാരണം അഹങ്കാരഃ ഗൃഹ്യതേ. ബുദ്ധിഃ ഇതി അഹങ്കാരകാരണം മഹത്തത്വം. അഹങ്കാര ഇതി അവിദ്യാ സംയുക്തം അവ്യക്തം. യഥാ വിഷസംയുക്തം അന്നം വിഷമുച്യതേ ഏവം അഹങ്കാരവാസനാവത് അവ്യക്തം മൂലകാരണം അഹങ്കാര ഇതി ഉച്യതേ. പ്രവർത്തകത്വാത്
അഹങ്കാരസ്യ അഹങ്കാര ഏവ ഹി സർവസ്യ പ്രവൃത്തി ബീജം ദൃഷ്ടം ലോകേ ഇതി യം യഥോക്ത പ്രകൃതി മേ മമ ഈശ്വരീ മായാശക്തി അഷ്ടധാ ഭിന്ന ഭേദം ആഗത. അപ്പോൾ ഭൂമി എന്നുള്ളതിലൂടെ ഭൂമി തന്മാത്രയെ അർത്ഥമാക്കണം എന്നാണ് പറയുന്നത്. സൂക്ഷ്മഭാവം, അതായത് സ്ഥൂലമായി നമ്മൾ കാണുന്ന ഭൂമിയല്ല ഇവിടെ പറയണത്. അതും അത് തന്നെയാണ്. പക്ഷെ അത്ര മനസ്സിലാക്കിയാൽ പോരാ ഇവിടെ. പിന്നെ അതിനെല്ലാം മൂലകാരണമായിരിക്കുന്ന പൃഥിവി തന്മാത്രത്തെ മനസ്സിലാക്കണം. ഭൂതന്മാത്രം, തന്മാത്രം എന്ന് പറഞ്ഞാൽ ശരിക്കത് ഗന്ധമാണ്. ഗന്ധാത്മികയായ പൃഥിവി തന്മാത്രയെ മനസ്സിലാക്കണം. അത് സൂക്ഷ്മഭാവമാണ്. ആ സൂക്ഷ്മഭാവം സ്ഥൂലതയെ പ്രാപിച്ചിട്ടാണ് സ്ഥൂലഭൂമി ഉണ്ടാകുന്നത്. സ്ഥൂലഭൂമി ഉണ്ടാകുന്ന പ്രക്രിയ നമ്മൾ പ്രകരണങ്ങളിൽ പഞ്ചീകരണത്തിലൂടെ പഠിക്കണം. അതായത് ഇതരഭൂതങ്ങളുടെ ഗുണാംശങ്ങൾ, ഇതരഭൂതങ്ങളുടെ അംശങ്ങൾ ചേരുന്ന പ്രക്രിയയാണത്. ഇപ്പം സ്ഥൂലമായ ഏതെങ്കിലും ഒരു ഭൂതം എന്ന് പറഞ്ഞാൽ ആ ഭൂതാംശവും ഇതര ഭൂതാംശങ്ങളും അതിലുണ്ടാവും. സ്ഥൂലമായിട്ട് നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ആധിക്യം ഉണ്ടാവും, വായുവും അഗ്നിയും ജലവും ഭൂമിയും ഉണ്ടാവും. സ്ഥൂലമായി നമ്മൾ വായു എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ അധികാംശം ഉണ്ടാവും, അതേ സമയത്ത് ആകാശം, അഗ്നി, ജലം, ഭൂമി എന്നിവ ഉണ്ടാവും. സ്ഥൂലമായി നമ്മൾ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അധികാംശം ഉണ്ടാകും, എന്നാൽ ആകാശം, വായു, അഗ്നി, ജലം എന്നിവ നാലും ഉണ്ടാവും. ഇങ്ങനെ ഇതര ഭൂതഗുണങ്ങൾ കൂടി സന്നിവേശിപ്പിക്കപ്പെടുമ്പോഴാണ് സൂക്ഷ്മഭൂതം സ്ഥൂലഭൂതമാകുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ ഭൂമിഹി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ സൂക്ഷ്മഭാവമാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? പ്രകൃതി എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട്. ഭൂമി പൃഥിവീ തന്മാത്രമുച്യത്തെ ന സ്ഥൂല ഭിന്ന പ്രകൃതിരഷ്ടധ ഇതി വചനാത് തഥാ അബാധയ അപി തന്മാത്രാണി ഏവ ഉച്യന്തെ. അതുപോലെ അപ്പ് തുടങ്ങിയവയും തന്മാത്രകളാണെന്ന് മനസ്സിലാക്കണം. അതായത് രസം, രൂപം, സ്പർശം, ശബ്ദം കഴിഞ്ഞു. ആകാശമെന്ന് പറയുമ്പോൾ ശബ്ദ തന്മാത്ര, വായു എന്ന് പറയുമ്പോൾ സ്പർശ തന്മാത്ര, അഗ്നി എന്ന് പറയുമ്പോൾ രൂപതന്മാത്ര, ജലം എന്ന് പറയുമ്പോൾ രസതന്മാത്ര, പൃഥിവി എന്ന് പറയുമ്പോൾ ഗന്ധതന്മാത്ര. ഇങ്ങനെ സൂക്ഷ്മഭാവങ്ങളെ മനസ്സിലാക്കണം. ആപഹ അനലഹ വായു ഖം മന ഇതി. അപ്പോൾ മനസ്സെന്ന് പറഞ്ഞാലോ, മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സൂക്ഷ്മഭാവത്തെ മനസ്സിലാക്കണം. അതെന്താണ്? മനസ്സഹ കാരണം അഹങ്കാര. മനസ്സെന്നുള്ളതിലൂടെ മനസ്സിനും സൂക്ഷ്മമായ അഹങ്കാരത്തെ മനസ്സിലാക്കണം എന്ന് ഭാഷ്യകാരൻ പറയും. നിർബന്ധമില്ല കേട്ടോ. നേരത്തെ നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മിക്കുക. അവിടെ മനസ്സെന്ന് തന്നെ എടുത്താൽ മതി, പോരായൊന്നുമില്ല. പക്ഷെ ഭാഷ്യകാരൻ പറയുകയാണ്, മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെയും മൂലമായ അഹങ്കാരത്തെ അർത്ഥമാക്കണം. അത് 100% അങ്ങനെ മനസ്സിലാക്കാം. പക്ഷെ മനസ്സിലാക്കണം എന്നില്ല കേട്ടോ. അല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ശാസ്ത്ര വ്യാഖ്യാനത്തിലെത്താം. ബുദ്ധി ഇത് അഹങ്കാര കാരണം മഹത്തത്വം. ബുദ്ധി എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് മൂലമായിട്ടുള്ള മഹത്തത്വത്തെ സമഷ്ടി ബുദ്ധിയിലേക്ക് എത്തണം. സമഷ്ടി ബുദ്ധി എന്ന് ഭാഷ്യകാരൻ പറയും. നമുക്കിവിടെ ബുദ്ധി എന്ന് എടുത്താലും മതി, ധാരാളം മതി. അങ്ങനെ എടുത്താൽ എന്താ ഗുണം വെച്ചാൽ, ഭാഷ്യകാരനെതിര് പറയല്ല, ഭാഷ്യകാരൻ പറഞ്ഞാൽ 100% ശരിയാണ്. പക്ഷേ വ്യഷ്ടി സമഷ്ടി ഏകത എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്.
വ്യഷ്ടിതലത്തിൽ ആദ്യം മനസ്സ്, ബുദ്ധി, അഹങ്കാരം തന്നെ എടുക്കുക, എന്നിട്ട് സമഷ്ടി തലത്തിൽ ഈശ്വരനിലേക്ക് എത്തിക്കുക അതിനെ. അപ്പം സമഷ്ടി മനസ്സ്, സമഷ്ടി ബുദ്ധി, സമഷ്ടി അഹങ്കാരം എത്തിക്കുക. എന്നിട്ട് രണ്ടിൻ്റെ ഏകത്വം മനസ്സിലാക്കുക. എളുപ്പമാണത്, പ്രക്രിയ എളുപ്പമാണ്. പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുകയാണ് അതിൻ്റെ സൂക്ഷ്മം മനസ്സിലാക്കണം. അഹങ്കാര കാരണം മഹത്തത്വം, മഹത്തത്വം സമഷ്ടി ബുദ്ധി. അഹങ്കാര ഇത് അവിദ്യാസംയുക്തം അവ്യക്തം. അഹങ്കാരം എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിനും മൂലമായിട്ടുള്ള അവിദ്യായുക്തമായ അവ്യക്തം, അവ്യക്തം വ്യക്തമല്ലാത്ത സകല സൂക്ഷ്മ സ്ഥൂല തലങ്ങളെയും പ്രാപിക്കുന്ന പ്രകൃതിയുടെ അത്യന്ത സൂക്ഷ്മഭാവം, അത്യന്ത സൂക്ഷ്മഭാവം, ഹിരണ്യഗർഭനും മൂലമായിട്ടുള്ള. നമുക്ക് വേണമെങ്കിൽ കാരണബ്രഹ്മോപാധി എന്നൊക്കെ പറയാം, വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരോപാധി എന്നൊക്കെ പറയാം. അത് ഉപാധിയാണേ. ഉപാധിയെ ചേർത്ത് നിർത്തുന്ന ഏതിന് രണ്ടാമത് പറയാൻ പോകുന്നുണ്ട്. ഉപാധിയാണ്. യഥാ വിഷസംയുക്തം അന്നം വിഷമുച്യതേ. വിഷസംയുക്തമായ അന്നത്തെ വിഷം എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? വിഷം ചേർത്ത ചോറ് എന്തായി നമ്മൾ പേര് പറയുക? വിഷം. ചോറ് കഴിച്ചു മരിച്ചു എന്ന് പറയാറില്ല. അവൻ ചോറുണ്ട് മരിച്ചു എന്ന് പറയാറില്ല. അവൻ വിഷം ചേർത്ത ചോറുണ്ടിട്ട് മരിച്ചു. അപ്പം ആദ്യം നല്ല പദ്ധതിയിട്ട് ചോറിൽ വിഷം കലർത്തി, ഇപ്പം അതുണ്ടു സന്തോഷമായിട്ട്. ഇപ്പോൾ വിഷസംയുക്തം അന്നം വിഷമുച്യതേ. ഏവം അഹങ്കാരവാസനാവത് അവ്യക്തം മൂലകാരണം. അഹങ്കാരവാസനാവതായിരിക്കുന്ന മൂലം കാരണമായിരിക്കുന്ന അവ്യക്തത്തെ ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നു. അഹങ്കാരം അല്ല അത്. അഹങ്കാരം കുറച്ചൊരു സ്ഥൂലമാണ്. അവ്യക്തത്തെക്കാൾ സ്ഥൂലമാണ് അഹങ്കാരം. ഏതുപോലെ വിഷത്തേക്കാൾ സ്ഥൂലമാണ് ചോറ്. പക്ഷേ ചോറിനെ നമ്മൾ വിഷം എന്ന് പറയുന്നു. എന്നതുപോലെ ഈ അവ്യക്തവാസനാജാലത്തോട് കൂടിയതായതുകൊണ്ട് അഹങ്കാരത്തെ അത് പറയുന്നു എന്ന് എടുത്താൽ മതി. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെ പറയേണ്ടി വന്നേ. നേരെ മറിച്ച് വാച്യാർത്ഥം തന്നെ എടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ല, ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രവർത്തകത്വത അഹങ്കാരം. അഹങ്കാരേവ ഹി സർവസ്യ പ്രവൃത്തി ബീജം ദൃഷ്ടം ലോകേ. ഈ ലോകത്തിൽ എല്ലാവരുടെ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നത് അഹങ്കാരമാണല്ലോ, ഇല്ലേ? അതെ, എല്ലാവരും അഹങ്കാരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, നമ്മളെല്ലാവരും. ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ എന്തോ മോശപ്പെട്ടതാണെന്നോ അഹങ്കാരം പാടില്ല എന്നൊക്കെ ചെറുപ്പത്തിലെ പഠിച്ച് വെച്ചതുകൊണ്ട് കുഴപ്പമുണ്ട് കേട്ടോ. അതല്ല ഇവിടെ അഹങ്കാരം. നമ്മളെല്ലാ കരണങ്ങളും പ്രവർത്തിക്കുന്നത് അഹങ്കാരം ഹേതുവായിട്ടാണ്. എല്ലാം. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അഹങ്കാരം കൊണ്ടാണ്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ അഹങ്കാരം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മൂക്കോട്ട് വലിച്ചാൽ മറ്റവനാണ് ശ്വാസകോശത്തിലെത്തേണ്ടത്. എല്ലാം, എല്ലാ വ്യാപാരങ്ങളുടെയും മൂലം അഹങ്കാരം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അഹങ്കാരം പരമമല്ല, അതിനപ്പുറത്തുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അഹങ്കാരത്തിനും മൂലമാര് അവിടെയാണ് ഞാനാകുന്ന ചിതാഭാസൻ. ഞാനാകുന്ന ചിതാഭാസൻ പ്രകാശിപ്പിച്ചപ്പോഴാണ് അഹങ്കാരവും പ്രകാശിക്കുന്നത്. അപ്പം ചിതാഭാസനാണോ പരം? അല്ല, ചിതാഭാസനും ആഭാസം തന്നെയാണ്. എപ്രകാരമാണോ സൂര്യാഭാസം ഉണ്ടാവണമെങ്കിൽ കണ്ണാടി വേണ്ടത്, അതുപോലെ ചിതാഭാസൻ ഉണ്ടാവണമെങ്കിലും ഉപാധി വേണം. ആ ഉപാധിയെയും തള്ളി മാറ്റുമ്പോഴാണ് ഞാനാകുന്നത്. ഞാൻ തന്നെയായി. എത്ര കണ്ട് ഓടി വന്നു നോക്കൂ. ഞാൻ ആദ്യം ചിതാഭാസനായി. ഈ ചിതാഭാസന അഹങ്കാരത്തെ പ്രവർത്തിപ്പിച്ചു. അഹങ്കാരം മനസ്സ്, ബുദ്ധി എന്നിവയെ പ്രവർത്തിപ്പിച്ചു. അവൻ കരണങ്ങളെ പ്രവർത്തിപ്പിച്ചു. അവർ ശരീരത്തെ പ്രവർത്തിപ്പിച്ചു. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് വണ്ടി ഓടുന്നത്. എങ്ങോട്ടൊക്കെയാ ഓടുന്നത് അല്ലേ? ആഗ്രഹങ്ങളൊക്കെ ചലിപ്പിക്കുന്നത് മനസ്സും അതിലുള്ള വൃത്തികളും
അതിനെ അഹങ്കാരം പ്രചോദിപ്പിക്കുന്നതും ഒക്കെ ചേർന്നിട്ടാണ്. ഇങ്ങനെ തന്നെയാ സമഷ്ടിയിലും. സമഷ്ടിയിൽ ഈശ്വരനാൽ അവ്യക്തം, ഹിരണ്യഗർഭൻ, അവിടുന്ന് അങ്ങോട്ട് സ്ഥൂലമായിരിക്കുന്ന വിരാട്ടിലുള്ള എല്ലാ ഘടകങ്ങളും, ഇത്ര അനേക കോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന വിരാട്, അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന ഹിരണ്യഗർഭൻ, അതിൻ്റെ കാരണമായിരിക്കുന്ന ഈശ്വരനും പരമല്ല, ഈശ്വരനും സ്വാഭാവികനാണ്. അഹങ്കാരം പോലെ, ചിതാഭാസൻ പോലെ, എന്നിൽ ഞാൻ ചിതാഭാസൻ എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ ഈശ്വരൻ സമഷ്ടിയിൽ. അവിടെ മായോപാധി അതിക്രമിച്ചാൽ പരമാത്മാവായി, അവിദ്യോപാധി അതിക്രമിച്ചാൽ ഞാൻ ബോധം വന്നു, ബ്രഹ്മമായി, പരമാത്മാവായി. ജീവാത്മഭാവം പോയി, ഈശ്വരഭാവം പോയി. വേണമല്ലോ. അല്ല, കേവല സത്തയാലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ചിതാഭാസം തന്നെയാ സാക്ഷിയായി നിൽക്കണേ. ചിതാഭാസന് താഴെയാണ് അഹങ്കാരം, അതിന് താഴെയാണ് മനസ്സ്, ബുദ്ധി ഒക്കെ വരുന്നത്. അതിന് താഴെയാണ് ഈ താഴെ എന്നുള്ള പ്രയോഗം ശരിയാണോ എന്നറിയില്ല, എന്നാലും പറയുക നമുക്ക്, ഇന്ദ്രിയങ്ങളൊക്കെ വരുന്നത്. അതിനും താഴെയായിട്ടാണ് സ്ഥൂല ശരീരം വരുന്നത്. അതിനും താഴെയായിട്ടാണ് അതിൽ ബന്ധപ്പെട്ട വസ്തുക്കൾ വരുന്നത്. അങ്ങനെ 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 പരമ്പരയായിട്ട് പോവുക. വണ്ടീൻ്റെ ചലനം നടക്കണമെങ്കിൽ അവൻ ചിതാഭാസൻ ആദ്യം എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കണം. ചിതാഭാസസ്ഥാനാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരിക, ഞാൻ എൻ്റെ മനസ്സ്, ബുദ്ധി തുടങ്ങിയവയിൽ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിച്ചുണ്ടാവുന്ന ഒരു ഭ്രമാത്മകമായ അവസ്ഥയാണ് അനുഭവം എന്ന് ചിലപ്പോൾ വന്നേക്കാം. മറിച്ച് ഈ ഇന്ദ്രിയങ്ങൾ, ശരീരം, മനസ്സ്, വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക, എന്നാലേ പിടി കിട്ടുള്ളൂ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം ഇവയൊക്കെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച് ക്രമികമായി ചെയ്ത സാധനാ വിചാര പദ്ധതിയിലൂടെ സൂക്ഷ്മബുദ്ധി എന്നുള്ള തലത്തിലെത്തി ആ സൂക്ഷ്മബുദ്ധിയുടെ വിവേകം, സൂക്ഷ്മവിചാരം ഉയർന്ന് ആത്മാകാരവൃത്തി എന്നുള്ള തലം വരെ എത്തുന്നത് വരെ മാത്രമാണ് ബുദ്ധിയുടെ പ്രവൃത്തി. ആത്മാകാരവൃത്തി ഉദയത്തിൽ ഇവരെല്ലാം പിന്തിരിഞ്ഞു. അതുവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. അവിടെ അല്ലാതെ മനസ്സിൻ്റെ തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന, അവിടെ നിർത്തണം. തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതോടുകൂടി പിന്നെ മനസ്സ്, ബുദ്ധി പിന്നെ വ്യാപരിക്കേണ്ടതില്ല. കാരണം സ്വപ്രകാശരൂപമായ ആത്മാവിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല വേറൊരാൾക്ക്. അതുകൊണ്ട് ആത്മാകാരവൃത്തി ഉദിക്കുന്നതോടുകൂടി അവൻ പിന്തിരിഞ്ഞു. ഈ ഉപമകളും ദൃഷ്ടാന്തങ്ങളും ഒരിക്കലും പൂർണ്ണമല്ല.
ഉപമകളും ദൃഷ്ടാന്തങ്ങളും ഒരിക്കലും പൂർണ്ണമല്ല. ആവർത്തിക്കുന്നു, ദൃഷ്ടാന്തങ്ങൾ ഉപമകളൊന്നും പൂർണ്ണമല്ല. ഇതറിഞ്ഞുകൊണ്ട് വേണം, വികലമായൊരു ഉപമ പറയുകയാണ്, ദൃഷ്ടാന്തം പറയുകയാണെന്ന് വിചാരിച്ചിട്ട് വേണം സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ. ഈ നമ്മുടെ നാട്ടിലൊരു വളരെ ആഭാസകരമായിട്ടുള്ളൊരു കളി കുട്ടികൾക്കിടയ്ക്കുണ്ട്. അത് പ്രായപൂർത്തിയാവാത്ത കൊച്ചു പെൺകുട്ടികളെ വലിയ മുതിർന്ന പുരുഷന്മാർ കല്യാണം കഴിച്ച് ആ പുരുഷൻ്റെ മുറിയിലേക്ക് എവളെ തള്ളിവിടുന്ന പരിപാടിയാണ്. പാട്ടുപാടി നിന്റെ പുതുമാരൻ അതാക്കും മോളെ ഇതാക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി അവളെ കയറ്റി അവൻ്റെ റൂമിലേക്ക് ആക്കുന്നതോടുകൂടി അവർ പിന്തിരിഞ്ഞു. പിന്നെ അവർക്ക് സ്ഥാനമില്ല. വൃത്യുദയം വരെ മനസ്സിന് ബുദ്ധിക്ക് പണിയുണ്ട്. വൃത്തി ഉദിച്ചാൽ പിന്നെ മനസ്സിൻ്റെ ബുദ്ധിയുടെ പണി പിന്നെ ഇല്ല. മനസ്സവിടെ പിന്തിരിയുകയാണ്. അവിടെ നമ്മുടെ ബുദ്ധി അവിടെ പിന്തിരിയുകയാണ്. അവിടെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഈ ജ്ഞാനപ്രക്രിയ കുറച്ചൊന്ന് മാറി ചിന്തിക്കേണ്ടി വരും വേദാന്ത വിചാര പദ്ധതിയിൽ. ഇവിടെ നിന്ന് ദൃഷ്ടാന്തം പൂർണ്ണമല്ല, ദൃഷ്ടാന്തം വികലമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയണത്. ഒരു വസ്തുവെ, എന്നിൽ നിന്ന് അല്പം ദൂരെയുള്ളൊരു വസ്തുവെ പ്രകാശിപ്പിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ശക്തിയുള്ള ടോർച്ച് അടിക്കുന്നു. ഞാൻ ടോർച്ചിൻ്റെ ബട്ടൺ ഞെക്കി ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് അത് പ്രകാശിച്ചു. അത്ര വേഗതയിലാവുന്നത് കൊണ്ട് എനിക്കതിൻ്റെ അന്തരം മനസ്സിലാവുന്നില്ല. പക്ഷെ അന്തരം ഉണ്ടെന്നുറപ്പാണ്. ഞാൻ ബട്ടൺ ഞെക്കിയിട്ട് എത്രയോ മൈക്രോ സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അത് പ്രകാശിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അപ്പം തന്നെ പ്രകാശിച്ചു എന്നാണ്. ഈ പ്രകാശം അവിടെ തെങ്ങിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആളെ പ്രകാശിപ്പിക്കുന്നത് നാനോ സെക്കൻഡുകൾ കഴിഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ വിചാരിക്കുന്നത് അപ്പം തന്നെ പ്രകാശം അവിടെ എത്തിയെന്നാണ്. ഇല്ല, അതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. വാസ്തവത്തിൽ ഈ പ്രകാശം പ്രസരിപ്പിക്കുന്ന നിമിഷം കഴിഞ്ഞു ദൗത്യം. ടോർച്ചിൻ്റെ ദൗത്യം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഭൂമിയിൽ കാണുന്ന പല നക്ഷത്രങ്ങളും എത്രയോ പ്രകാശവർഷം മുമ്പ് നശിച്ചു പോയതാ. പക്ഷെ അതിൻ്റെ വെളിച്ചം നമ്മൾ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഇവിടെ എത്തുന്നത് അപ്പോഴാണ്. എത്രയോ പ്രകാശവർഷങ്ങൾക്ക് മുൻപ് അവിടുന്ന് പ്രസരിപ്പിക്കപ്പെട്ട വെളിച്ചമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ബുദ്ധിയുടെ വ്യാപാരം നിലനിൽക്കുന്നില്ല. ബുദ്ധിയുടെ വ്യാപാരം നിലനിൽക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഏതുവരെ? ആത്മാകാരവൃത്തി ഉദിക്കുന്ന നിമിഷം വരെ. ഈ നിമിഷം നമുക്കുള്ള വാക്ക് അർത്ഥരഹിതമാണ്. എങ്ങനെയെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് നമ്മൾ മനനം ചെയ്ത് ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു സങ്കല്പജനിതമായ വൃത്തി, ആ വൃത്തി ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതായ അനുഭവം അല്ല അത്. ആ ബുദ്ധിവൃത്തി ഉണ്ടാക്കുന്നതോടുകൂടെ അനുഭവം സ്വപ്രകാശരൂപമായിട്ട് വരികയാണ്. ഇത് വാക്കുകൊണ്ട് പറയാൻ വിഷമമുണ്ട്. ഇത്രയൊക്കെ പറയാൻ ഒക്കൂ. അതിലപ്പുറം ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. അതിനപ്പുറം അത് ചോദിച്ചോളൂ. അതെ 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 അതെ, തീർച്ചയായിട്ടും. അതെ, എടുത്തു വെച്ചാൽ മതി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. തനിക്ക് ആവശ്യമില്ല. എപ്പോഴും പറയാറില്ല. അത് വേറെ, ഇത് വേറെ. ആ മനുഷ്യനോളം ഇല്ല. അത് കറക്റ്റ്. അത് എന്താന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ജ്ഞാനസാമർഥ്യം അത്രയ്ക്ക് അധികം ഉണ്ട് എന്ന് വേദം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. സുഖാനുഭവത്തിൻ്റെ മേഖലയിൽ മനുഷ്യന് മേപ്പെട്ടാണ് ദേവന്മാർ. ജ്ഞാനത്തിൻ്റെ മേഖലയിൽ ദേവന്മാരെക്കാൾ മേപ്പെട്ടാണ്
മനുഷ്യന്മാർ. എന്ന് വെച്ചാൽ ഒരു ദേവനും മനുഷ്യനേക്കാൾ ജ്ഞാനമുണ്ടാവാൻ സാധ്യതയില്ല എന്നോ ഒരു മനുഷ്യനും ദേവനേക്കാൾ സുഖമുണ്ടാവാൻ സാധ്യതയില്ല എന്നോ അല്ല. സാധ്യതകളുണ്ട്. പക്ഷെ പൊതുവായിട്ട് പറഞ്ഞാൽ ദേവയോനിക്ക് സുഖാനുഭവത്തിന് മനുഷ്യനേക്കാൾ സാധ്യതയുണ്ട്, മനുഷ്യയോനിക്ക് ജ്ഞാനാനുഭവത്തിന് ദേവനേക്കാൾ സാധ്യതയുണ്ട്. അത്രേ പറയാൻ പറ്റും. ഇതിലിപ്പോൾ ഒഴിവ് കഴിവുകൾ ഇതിലൊക്കെ ഉണ്ടാവാം ഇല്ലേ? ഒഴിവ് കഴിവുണ്ടാവാം. അപ്പോൾ നമ്മൾ സുഖം എന്ന് നമ്മൾ പൊതുവെ പറയണ്ടല്ലോ, സുഖം ഇല്ലേ? സുഖം എന്താ ഇപ്പോൾ സുഖം? നമ്മൾ വേദാന്തമൊന്നും അല്ല പറയണത്. ലോകത്തിൽ, സാമാന്യ ലോകത്തിൽ എന്തൊക്കെയാ സുഖത്തിൻ്റെ മാനദണ്ഡമായിട്ട് കൂട്ടുന്നേ? ഒന്ന് പറയൂ. അത്യാവശ്യം ചില്ലാനൊക്കെ ഉണ്ട്, പണമുണ്ട്, പിന്നെ ആരോഗ്യമുണ്ട്, പിന്നെ ആരോഗ്യമായി പണമായി, പെണ്ണ് ആണ് നിർബന്ധം, പിന്നെ ബംഗ്ലാവ്, കാറ്, വെള്ളം വെളിച്ചം ഒക്കെ യഥേഷ്ടം സപ്ലൈ, തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ വക, അത് കുടിക്കാനുള്ള സാമർഥ്യമുണ്ട്. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സാമർഥ്യം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് അല്ലെങ്കിൽ തിന്നാനും കുടിക്കാനും വക ഉണ്ടായാൽ കൂടുതൽ സങ്കടം ഉണ്ടാവുക ചെയ്യുക. ഇതൊക്കെ സുഖമുണ്ടെന്നാണ് നമ്മൾ പറയണത് ലൗകികമായിട്ട്. പക്ഷേ ശരിയാണോ? ഇതൊക്കെ ഉള്ള ഒരാളുടെ ടെൻഷൻ എത്ര ഉണ്ടെന്ന് അയാൾക്കല്ലേ അറിയുള്ളൂ. ഇല്ലേ? നമ്മളെ നാട്ടിൽ ഒരു 50 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പുള്ള അവസ്ഥ, നമ്മളെ കേരളത്തിലൊക്കെ ഒരു 50 കൊല്ലം മുമ്പുള്ളൊരവസ്ഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഘാനയിൽ പോയപ്പോൾ. അതാണ് അവിടുത്തെ ഒരു സാമൂഹിക സ്ഥിതി. അപ്പം ഈ മുള കൊണ്ട് ചുമരുണ്ടാക്കി മണ്ണ് 2 ഭാഗവും ഒട്ടിച്ച് വെച്ചിട്ടുള്ള വീടുകൾ, മണ്ണുകൊണ്ട് നല്ല വീടുകൾ, തലങ്ങും വിലങ്ങും കുട്ടികൾ ഓടി കളിച്ച് അടിപ്പിടി കൂടി എന്തൊരാനന്ദത്തിലാണ്. ഓരോ വീട്ടിൻ്റെ മുമ്പിൽ അമ്മമാരിരുന്ന് പരദൂഷണം പറഞ്ഞ്, പുരുഷന്മാരിരുന്ന് പരദൂഷണം പറഞ്ഞ്, നല്ല കാണുമ്പോൾ നല്ലൊരു സുഖമുള്ള അന്തരീക്ഷം. അപ്പുറത്ത് കോടീശ്വരന്മാരുടെ ബംഗ്ലാവുകളുണ്ട്. 3-4 കാറുകൾ നിർത്തിയിട്ടുണ്ട്, ഔഡി, ബെൻസ്, BMW ഒക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മതിലുകളുടെ മുകളിൽ ഇലക്ട്രിഫൈഡ് ഫെൻസാണ്. ഒരൊറ്റ വീട്ടിലില്ലാതെ എല്ലാ മതിലുകളുടെ മുകളിലും ഒരു 2 അടി 3 അടി ഉയരത്തിൽ ഇലക്ട്രിഫൈഡ് ഫെൻസാണ്. ഇവിടെ ആർക്കാണ് സുഖം? അതിനുള്ളിലിരിക്കുന്ന കോടീശ്വരന് വല്ല സുഖമുണ്ടോ? അവന് ഇത്രയും വലിയ മതിൽ കെട്ടിയിട്ട് സമാധാനമില്ല, CCTV വെച്ചിട്ട് സമാധാനമില്ല, എന്നിട്ട് ഫെൻസ് കെട്ടിയിട്ട് സമാധാനമില്ല, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇലക്ട്രിഫൈ ചെയ്തിരിക്കുക. ആരെങ്കിലും കയറി വന്നാൽ അപ്പോൾ ഷോക്കടിച്ച് താഴെ വീഴണം. ശാപമൊന്നുമില്ല, ചിലപ്പോൾ ചത്തുകൂടാന്നുമില്ല. മറ്റൻ എന്തൊരു സുഖമായിട്ട് ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞ് തല്ലും പിടിയും കൂടി പരദൂഷണം പറഞ്ഞ് ഇരിക്കുക തന്നെയാണ്. എന്തൊരു സുഖം! അപ്പം ആർക്കാ സുഖം? നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ചിലപ്പോൾ സുഖാനുഭവമുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കാം, ഇതിൽ ചിലപ്പോൾ ദുഃഖാനുഭവമുള്ള ആൾക്കാരും ഉണ്ടാവുമായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈ കേന്ദ്രമായിട്ടുള്ളൊരു ഏജൻസി, ഒരു സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി, പേര് മറന്നുപോയി, മുമ്പ് ഇവിടെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. അവർ തമിഴ്നാട്ടിൽ ഗ്രാമങ്ങളിൽ, കർണാടകയിൽ ഗ്രാമങ്ങളിൽ, ബാംഗ്ലൂർ സിറ്റിയിൽ, ചെന്നൈ സിറ്റിയിൽ, അതുപോലെ അന്ന് ഹൈദരാബാദ്, തെലുങ്കാന, മറ്റേ ആന്ധ്ര വിഭജിക്കപ്പെട്ടിട്ടില്ല, അതിന് മുമ്പാണ്. അപ്പോൾ ഹൈദരാബാദിൽ ഗ്രാമങ്ങളിൽ, ഗ്രാമമായിട്ടുള്ള ദൂരം 40 കിലോമീറ്റർ 50 കിലോമീറ്ററിനുള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. ഇത്രയും സ്ഥലത്ത് സാമ്പിൾ പഠനം നടത്തി. ഈ സിറ്റികളിലുള്ളവർ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന, അവർ IT മേഖല എടുത്തു,
മെഡിക്കൽ പ്രൊഫഷൻ എടുത്തു, അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് എടുത്തു, ഇങ്ങനെ വ്യത്യസ്ത മേഖലകൾ എടുത്തു, നല്ല വരുമാനമുള്ള വിഭാഗം. എന്നിട്ട് അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്തു. നിത്യം തൊഴിൽ ഉണ്ടെന്ന് തന്നെ പറയാൻ വയ്യാത്ത, ഉണ്ടെങ്കിൽ വയലിൽ തെരുവിൽ ഒക്കെ പണിയെടുക്കുന്ന, വീട് തന്നെ മര്യാദയ്ക്കില്ലാത്തവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്തു. അത്ഭുതപ്പെടുത്തുന്നതാണ്, ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലുള്ളത് മറ്റവർക്കാണ്. ഈ IT മേഖലയിൽ മിക്കവാറും പേര് രാത്രി ഉറക്കം വരണമെങ്കിൽ കുറച്ചൊന്ന് എന്തെങ്കിലും ഒരു മദ്യമോ ഒരു കമ്പനി കൂടലോ എന്തെങ്കിലും ഒന്ന് വേണം. ഇത് നമ്മളിവിടെ ഇരുന്ന് പറയുന്നതല്ല. അതുകൊണ്ടാണ് ലോക പഠനത്തിലും ഭാരതത്തേക്കാൾ എത്രയോ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ. എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല. ഇവിടുന്നാണ് ഇലക്ട്രിക് സപ്ലൈ, ഇവിടുന്നാണ് ധാന്യം കൊടുക്കുന്നത്, ഇവിടുന്നാണ് എല്ലാം കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെക്കാൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടുതലാണ്. എന്നിട്ട് നമ്മളെ രാഷ്ട്രീയക്കാർ ഇവിടെ പ്രസംഗിച്ച് നടക്കുക, കണ്ടോ അവരെക്കാളൊക്കെ എത്രയോ താഴെയാണ് ഇന്ത്യ. ഇവരൊക്കെ ഇടുന്നല്ലാണ്ട് എന്താ പറയുക. അത് പഠിക്കാൻ കുറച്ച് സ്വകാര്യ ഏജൻസികളും, അത് വിളിച്ചു പറയാൻ നമ്മുടെ കുറച്ച് രാഷ്ട്രീയക്കാരും. ഡീപ്പൊക്കെ അവിടെ നിൽക്കട്ടെ എന്നേ. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ക്ഷേത്രജ്ഞ ലക്ഷണം ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഈശ്വരി മഹത്തത്വം. അഹങ്കാര ഏവഹി സർവസ്യ പ്രവൃത്തി ബീജം ദൃഷ്ടം ലോകെ. അത് പറഞ്ഞപ്പോഴതൊക്കെ പറഞ്ഞേ. ഇതിയം യഥോക്ത പ്രകൃതി മേ മമ ഈശ്വരീ മായാശക്തി അഷ്ടധാ ഭേദമാഗത. ഭിന്നയായിരിക്കുന്ന 8 പ്രകാരത്തിൽ ഭിന്നയായിരിക്കുന്ന എൻ്റെ പ്രകൃതി അപരയാണ്. അപ്പം പരയത ഇതിനെ ചേർത്ത് നിർത്തുന്നു. ആ ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ജീവതലത്തിലും ഈശ്വരതലത്തിലും മനസ്സിലാക്കേണ്ടത്, വ്യഷ്ടിതലത്തിലും സമഷ്ടിതലത്തിലും മനസ്സിലാക്കേണ്ടത്. ഈ ഉപാധികളെല്ലാം ഞാനാകുന്ന ജീവൻ ഉള്ളതുകൊണ്ടാണ് കോർക്കപ്പെടുന്നത്. ആ ജീവനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ചിതാഭാസനിലെത്തിയത്. ആ സമഷ്ടിയിൽ ഇതിനെ ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ച് പര്യാലോചിച്ചപ്പോഴാണ് നമ്മൾ ഈശ്വരനിലെത്തിയത്. ഈശ്വരനും ചിതാഭാസനും രണ്ടും സോപാധികമാണ്. ആ വിദ്യാവിദ്യോപാധികളെ നീക്കിക്കഴിഞ്ഞാൽ ചൈതന്യം കേവലമാണ്. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഇതിനേതൊക്കെ ചിന്താപദ്ധതി വേണം അതൊക്കെ സ്വീകരിച്ചോളൂ, ഇതൊക്കെ വേണം അതൊക്കെ സ്വീകരിച്ചോളൂ. നോക്കൂ, അപര അനപര നികൃഷ്ട അശുദ്ധ അനർത്ഥകരീ സംസാരബന്ധനാത്മിക ഇയം. ഈ എട്ടായി പിരിഞ്ഞിരിക്കുന്ന പ്രകൃതി ഉണ്ടല്ലോ, അത് പരയൊന്നും അല്ല, അത്ര കേമിയൊന്നും അല്ല. പിന്നെ ആരാ? നികൃഷ്ടയാണ്. ഉത്കൃഷ്ടയല്ല എന്നർത്ഥം എടുത്താൽ മതി ഇവിടെ നികൃഷ്ട എന്നുള്ളതിന്. അശുദ്ധയാണ്. എന്തുകൊണ്ട്? ഇക്കണ്ട ദുഃഖങ്ങൾക്കൊക്കെ കാരണമാകുന്നത് കൊണ്ട് അശുദ്ധയാണ്. അനർത്ഥകരി, എല്ലാ അനർത്ഥങ്ങളെയും ഉണ്ടാക്കുന്നവളാണ്. എവളാണ് എല്ലാ അനർത്ഥങ്ങളെയും ഉണ്ടാക്കുന്നത്. നമ്മളിതിനോട് പോയി താതാത്മ്യപ്പെട്ട് ഒട്ടുചേരുകയും ചെയ്യുക എന്നൊരു കുറ്റം അവൾക്കും. നോക്കണേ, വാസ്തവത്തിൽ എവള് വല്ല അനർത്ഥം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? എന്താ അഭിപ്രായം? ഉണ്ടോ? ഇല്ല. മനസ്സൊരനർത്ഥം ഉണ്ടാക്കണില്ല. മനസ്സിനെ ഞാൻ പ്രവർത്തിപ്പിച്ചിട്ടാണ് അനർത്ഥം ഉണ്ടാക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, കൈ ഒന്നും തന്നെ അനർത്ഥം ഉണ്ടാക്കണില്ല. കയ്യിനെ കൊണ്ട് അനർത്ഥം ചെയ്യിപ്പിക്കണതാരാ? ഞാനാ. പക്ഷെ കുറ്റാർക്കാ? കൈക്ക. അതെന്തൊരു കഷ്ടം നോക്കൂ. അനർത്ഥകരി, അത് സങ്കടം അങ്ങനെ വിളിക്കണം കേട്ടോ. കാരണം ഈ ഭൂതങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ കുറ്റം അവർക്കാ. അവരാണ് ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അനർത്ഥകരി സംസാരബന്ധനാത്മിക. സംസാരബന്ധനം സ്വഭാവമായവളാ.
ഇതഃ അസ്യ യഥോക്തായാഃ തു അന്യാം വിശുദ്ധാം പ്രകൃതിം മമ ആത്മഭൂതാം വിദ്ധി. ഇതിൽ നിന്ന് ഭിന്നയായ എൻ്റെ ആത്മഭൂതയായ പ്രകൃതിയെ, പരാപ്രകൃതിയെ നീ മനസ്സിലാക്കൂ ഹേ അർജുന. പ്രകൃഷ്ടാം ജീവഭൂതാം ക്ഷേത്രജ്ഞലക്ഷണാം. മറ്റത് ക്ഷേത്രലക്ഷണാം. വ്യത്യാസം മനസ്സിലാക്കുക. മറ്റത് ക്ഷേത്രലക്ഷണം, ഇത് ക്ഷേത്രജ്ഞലക്ഷണം. ക്ഷേത്രലക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂതഭൗതികങ്ങളെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നത് ഞാൻ. ക്ഷേത്രജ്ഞലക്ഷണം അത് പരാ. പ്രാണധാരണ നിമിത്തഭൂതാം. പ്രാണധാരണം ചെയ്യുന്നതിനും നിമിത്തഭൂതയായിരിക്കുന്ന പ്രകൃതിയെ. ഈ പ്രാണധാരണം വ്യഷ്ടിയിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരെ, സമഷ്ടിയിലും മനസ്സിലാക്കണം. അതുകൊണ്ടാ സൂര്യൻ നിൽക്കണത് അവിടെ, ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ നിൽക്കുന്നത്, എല്ലാം ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്നത്. ഹേ മഹാബാഹോ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ നിന്നെ മഹാബാഹു എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാണ്ട് വലിയ കൈയുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, കയ്യൊക്കെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. യയാ പ്രകൃത്യാ ഇദം ധാര്യതേ ജഗത്. ഈ പ്രകൃതിയാലാണ് ഈ ജഗത്ത് മുഴുവൻ ധരിക്കപ്പെടുന്നത്. അവിടെ ഭാഷ്യകാരൻ ചേർത്ത് പറയണത് ശ്രദ്ധിക്കൂ. അന്തഃപ്രവിഷ്ടയാ, ഉള്ളു കയറി കൂടിയിട്ടുള്ള. പുറമേ നല്ല അവൾ പ്രവർത്തിക്കണത് ഉള്ളെന്നാണ്, എല്ലാത്തിൻ്റെ ഉള്ളെന്നാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് ഒന്ന് അന്വേഷിച്ചിറങ്ങൂ എന്ന് പറയുക. അപ്പോൾ പരാപരാപ്രകൃതികളെ കുറിച്ചൊരു സാമാന്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അത് അടുത്ത പ്രാവശ്യം. ഓം